ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഐബ്രോസ് എങ്ങനെ നല്ല രീതിയിൽ ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിർത്താൻ അല്ലെങ്കിൽ ഒന്ന് ഫ്രെയിം ചെയ്ത് നിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മുടെ ഐബ്രോസ്. ഇപ്പോൾ നമ്മൾ വേറെ എന്ത് മേക്കപ്പ് എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു കുറവ് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വേറൊരു മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ കൂടിയും നമ്മുടെ ഐബ്രോസ് മാത്രം ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മുഖം നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കും. റെഗുലർ ഒരു ഐ പെൻസിലുണ്ട്. നമ്മുടെ ഐബ്രോസ് എങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്പൂലി എടുത്തിട്ട് നമ്മുടെ ഐബ്രോസ് മുകളിലോട്ടൊന്ന് കോംബ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഐടെക്സിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. ഐബ്രോ പെൻസിൽ എടുത്തിട്ട് നമ്മുടെ പിരുവത്തിനൊന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തുടങ്ങുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് കുറച്ചും കൂടെ വിട്ട് ബാക്കിലോട്ട് വെച്ച് വേണം വരയ്ക്കാൻ. കൂടാതെ തന്നെ ഒരു കർവ് ഷേപ്പിൽ വേണം നമുക്ക് പിരുവത്തിൻ്റെ താഴ്ഭാഗം വരച്ചെടുക്കാം. ഇനി അടുത്ത മുകളിലോട്ട് നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ കോംബ് ചെയ്ത് വെച്ചേക്കുന്ന ഐബ്രോസ് ഒന്നും കൂടെ ഒന്ന് കോംബ് ചെയ്ത് കറക്റ്റ് ലെവലിലാക്കി വെച്ചതിന് ശേഷം ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഒരു ത്രികോണ രീതിയിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. താഴെ ഒരു കർവ് രൂപത്തിൽ, മുകളിലൊരു ത്രികോണ രീതിയിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഞാൻ ഒരു കൈ കൊണ്ട് ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ആണ് വരയ്ക്കുന്നത്. കാരണം എൻ്റെ പിരിവ് അത്യാവശ്യം ഒന്ന് താന്നിട്ടാണ് ഇരിക്കുന്നത്. അത് കുറച്ചൊന്ന് ഉയർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ തന്നെ നമ്മൾ ആ താഴെ ചെയ്ത രീതിയിൽ കുറച്ചൊരു സ്പേസ് വിട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നത്. ഔട്ട്ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു ഹെയർ ഇല്ലാത്ത ആ ഒരു ഭാഗത്തും പിന്നെ നമ്മൾ ആ ഒരു വിട്ട ഭാഗത്തും ഒക്കെ വിട്ട ഭാഗം നമ്മൾ ലൈറ്റായിട്ടൊരു ചെറിയൊരു ലൈൻ വരച്ച് കൊടുത്താൽ മതി. അതില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഇനി ആ ഒരു വൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഹെയർ ഇല്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എഗെയിൻ ആ ഒരു സ്പൂലി എടുത്തിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. എത്ര നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നോ അത്രയും പെർഫെക്റ്റായിട്ട് നമ്മുടെ ഐബ്രോസ് നല്ല രീതിയിലിരിക്കും. അങ്ങനെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്നും കൂടി ആ ഒരു പിരിവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. 2 ഐബ്രോയിൽ നോക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ഐബ്രോസും കൂടെ ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ 2 ഐബ്രോസും ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റിൽ തന്നെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആവശ്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.